ഗൈസ് അയ്യോ ഇത്ര വേണ്ട ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആയിപ്പോയി. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇവിടെ പെട്ടെന്ന് അയ്യോ പടച്ചോണി കഴിഞ്ഞത്. ഇപ്പോൾ കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഇന്ന് ഇനാഗുറേഷനായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ഫെമിന ജോർജ് ചേച്ചിയാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകണം. എയർപോർട്ടിലെ വ്യൂ മറ്റേ കല്ലുംപാറ എവിടെയും നമുക്ക് പോവാം. എന്തായാലും അവൻ വന്നിട്ട് വൈകുന്നേരം അവനുമായിട്ട് നമുക്ക് പോവാം. ഓക്കെ. A few minutes later. ഹലോ ഗീസ്. അയ്യോ എടാ ഇപ്പോൾ പോയേനെ ഫോൺ. എന്തൊക്കെ ഗീസ് ഇതാണ് കിങ് ഫിഷർ. വീഡിയോ എടുത്തോണ്ടിരിക്കുക. പ്ലെയിൻ ഇവിടെ വന്ന് പൊട്ടി തെറിച്ചു. ഞാൻ വീഡിയോ യൂട്യൂബിലിടും. ഞാൻ ഇടും. നമുക്ക് മനസ്സാക്ഷിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എൻ്റെ യൂട്യൂബ് ചാനലിൽ ബാനർ. ഗൈസ് ഞാൻ ആ വീഡിയോയുടെ എൻ്റെ മുമ്പത്തെ വീഡിയോയുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സംഭവിച്ചു. എനിക്ക് തൊണ്ടവനെ പിടിച്ചു. നമ്മുടെ എടാ നിൻ്റെ വണ്ടിയുടെ പേരുന്നിട്ടാ ലൂഫി എന്നല്ലേ കാണുന്നു ഗൈസ്. വണ്ടിയുടെ മൊയിലാളി എൻ്റെ വണ്ടി തൊഴിലാളി പറയാനുള്ള. അയ്യോ എന്തായാലും തെറ്റിദ്ധരിക്കല്ലോ. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വന്ന് ശബ്ദിക്കുള്ളൂ. തൊണ്ടവേനാണ് കേസ്. അവരൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ കണ്ട കേസ് ഒരു സീനറൊക്കെ. ഞാൻ മറ്റേ പ്ലെയിന് ഇവിടെ വന്നപ്പോൾ പ്ലെയിൻ ഇങ്ങനെ താന്നിങ്ങനെ വന്ന ഒരു സെറ്റപ്പ് കണ്ടായിരുന്നു. ബട്ട് ആ വീഡിയോ ഇട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത പ്ലെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്നിട്ട് അവിടെ പോയി പച്ചി കഴിക്കാം. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് 2 ടയറുണ്ട്, പിന്നെ എൻജിനുണ്ട്, പിന്നെ എന്താ മീറ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ സാധാ വണ്ടിയല്ല. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നീ എൻ്റെ പൊന്നോ എടാ. ഞാൻ ഇന്നലെ മൂവാറ്റുകാരൻ്റെ ചരിത്രം എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ പോയി. ഒരു പുള്ളി പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. നീ കോഴിക്കോട് ആൾക്കാരെ ചരിത്രം അന്വേഷിക്കാൻ കുഞ്ഞിക്കാൻ. ഞാൻ പ്ലെയിൻ വരാൻ വേണ്ടി മാത്രം നോക്കി. അല്ല വണ്ടി ഇപ്പൊ ഇവിടെ കേട്ടിട്ട് എന്ത് കുഴക്കാന്ന് എനിക്ക്. എടാ ഞാൻ പറഞ്ഞ വീഡിയോസ് എടുക്കാം, വീഡിയോ എടുക്കാൻ നമുക്ക് അതിശയം എടാ എനിക്ക് പുതിയ വണ്ടി കേസൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഇവിടെ വന്നപ്പോൾ വീഡിയോ ഓണാക്കി വെച്ചതാണ്. ബട്ട് ഇപ്പോൾ വീഡിയോ ഏതൊരു എയർ ഇന്ത്യ ഏതൊരു പ്ലെയിനാണ് ഇപ്പം അങ്ങോട്ട് പോയാൽ ലാൻഡ് ചെയ്തത്. ബട്ട് അതെടുക്കാൻ പറ്റില്ല. സോ അടുത്ത ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് തന്നെ ഇരിക്കുകയാണ്. എപ്പോഴാണ് പ്ലെയിൻ വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കൊടുക്കാൻ. ഇപ്പോൾ അവിടെ ഒരു ഇന്ത്യയുടെ ഒരു പ്ലെയിൻ അവിടെ പൊങ്ങാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വൈഡിലെടുത്താറുണ്ട് സൂം ചെയ്യാൻ പറ്റുള്ള. എന്തായാലും പ്ലെയിൻ വരട്ടെ, എന്നിട്ട് വേണം വണ്ടിയുടെ ഒന്ന് ഓടിച്ചു നോക്കാൻ. വണ്ടി ഓടിച്ചു നോക്കാൻ. അയ്യോ പട്ടി വന്നു. വാട്ട് എ നൈസ്. ഹലോ പട്ടി. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണ പട്ടി. അതുകൊണ്ടത് ഗൈസ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ ഒരുപാട് ഉദ്ദേശങ്ങളോട് വന്നു. പക്ഷേ എനിക്കറിയാറുന്നത് ഇപ്പം ഇത് വെയിലത്തിരുന്നിട്ടാണെന്ന് തോന്നുന്നത്. നല്ല തലവേദന വന്നിട്ട് തൊണ്ടക്കാൻ വന്നിട്ട് അടഞ്ഞിരിക്കുക. വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് സൗണ്ട് സെറ്റാവുള്ള കേസ്.
ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിലൊക്കെ നമുക്ക് പോവാം. എനിക്ക് നല്ല ഇതുണ്ട് എന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ പനി ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ ഒരു ഷോർട്സ് ഇട്ടുണ്ട് ഗേസ്. ഷോർട്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു കലത്തിലെ വെള്ളം എന്ന് പറഞ്ഞൊരു ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്സിൽ ഒരു കട എനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട. അങ്ങനെ എനിക്ക് ആ കടയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് അടുത്ത ആഴ്ചയിലൊന്നും പോകാൻ പറ്റില്ല, കാരണം തിങ്കളാഴ്ച പരീക്ഷയാണ്, പിന്നെ ബുധനാഴ്ച പരീക്ഷയാണ്. അങ്ങനെ പരീക്ഷയാണ്. അതെൻ്റെ ഫ്രീ ആവുമെങ്കിൽ മാത്രമാണ് പിന്നെ പോകാൻ പറ്റുള്ളൂ. നാളെ നമ്മൾ ട്രൈപോഡ് വരും. ആ സാധനം എങ്ങനെയാണ് നോക്കണം. ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ടെന്ന് അതിനകത്ത് എഴുതി കണ്ടിട്ടുള്ളത്. എന്നിട്ട് ഇനിയിപ്പോൾ അത് വന്നിട്ട് അതിനകത്ത് ഇനിയിപ്പോൾ വീഡിയോ എടുക്കണം. ഇനി അതുകൊണ്ട് കഴിഞ്ഞിട്ട് വയർലെസ് മൈക്കും കൂടി വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ സെറ്റായി. പിന്നെ അത് പിന്നെ ക്യാമറ കൊണ്ട് സെറ്റാക്കിയാൽ മതി. നല്ല ഇതുണ്ട്. നമുക്ക് ഇതിപ്പോൾ അവിടെ വെയിലായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സൺറൈസാണ് സൺസെറ്റാണ് അതിലോട്ടെ. ആ സണ്ണ് താഴത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങ് പോവാം. അപ്പം നല്ലൊരു വൈബ് ഉണ്ടാവും അവിടെ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കടയുണ്ട്. ഈ സ്പോട്ട് എന്തായാലും എറണാകുളംകാർക്ക് അറിയാൻ പാടില്ലാത്ത സ്പോട്ടൊന്നുമല്ല. കാരണം ഈ സ്പോട്ട് മാക്സിമം എല്ലാവർക്കും അറിയാവുന്ന സ്പോട്ടും കൂടിയാണ്. ഇവിടുത്തെ ഫുഡ് വ്ളോഗറൊക്കെ വന്നിട്ടുണ്ട്, കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. ഇതും പറഞ്ഞ് എന്തുട്ടാ ഞാൻ ബജിക്കടയിൽ വീഡിയോ എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ബജിക്കടയിലേക്ക് പോയിട്ട് സെറ്റാക്കാം, വൈബാക്കാം. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ബൈ. എൻ്റെ മുന്നേ കേസ് അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ കിടിലൻ സാധനം. സൗണ്ടില്ലാത്തതൊന്നും മിണ്ടല്ല. അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കണം. ഞാൻ എന്തിലേക്ക് പറഞ്ഞത് ചായ കുടിക്കുന്ന സമയത്ത് ആസ്വദിച്ച് പിടിക്കുന്നു. എൻ്റെ മുന്നോ സീൻ സാധനം എന്ന് പറഞ്ഞാൽ വിരല വില ഏട്ടൻ്റെ ബജി. അയ്യോ ഏട്ടാ, ഞാൻ ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ മറ്റേ ഇവിടെ കുറേ ആൾക്കാരൊന്നും വീഡിയോസൊക്കെ എടുത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഞങ്ങളും കയറിയതാണ്. സത്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചെന്ന് പറഞ്ഞ്. കാരണം ഈ വീഡിയോസ് കണ്ട് കുറേ ആൾക്കാരൊക്കെ വന്നോണ്ടിരുന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു 1.5 മാസം അടച്ചിട്ട് സുഖമില്ലാണ്ട് ഒരു ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ചില ആൾക്കാർ വരവ് കുറവാണ്. എന്നാലും ആൾക്കാർ വരുന്നുണ്ട്. അത് നല്ലൊരു കാഴ്ചയും കാണാം, പിന്നെ ഭജിയും കഴിക്കാന്നുള്ളൊരു. ചേട്ടാ വരുന്നുട്ടാ. എൻ്റെ സുബ്രഹ്മണ്യൻ, എൻ്റെ ശ്രീമുടാട്ടോ. ഞാൻ ഇവിടെ ഒരു 8 വർഷത്തോളം കച്ചവടം തുടങ്ങിയിട്ട്. 8 വർഷമായിട്ട് കച്ചവടം തുടങ്ങിയിട്ട്. 8 വർഷമായില്ലേ? അപ്പം എല്ലാ ദിവസവും ഉണ്ടാവുമല്ലേ? പിന്നെ എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മുടങ്ങും. എമർജൻസി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലാണ്ട് മുടങ്ങില്ല. വീട് അടുത്ത ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത്. ആദ്യം നമ്മുടെ കാലത്ത് 6 മണിക്ക് തുറക്കും തുടങ്ങും. ഇവിടെ കുറച്ച് വർക്ക് ഉണ്ടായി. ഇപ്പം അത് വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് 2-2:30 നമ്മളെ വന്നെ. ഒരു 11 മണി വരെ കച്ചവടം ഉണ്ടാവും. കപ്പ ഇറച്ചി, പൊട്ടി, ബീഫൊക്കെ ഉണ്ട്. പിന്നെ കാട ഫ്രൈ ഉണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഇതൊക്കെ എന്തുട്ടാ കുഴപ്പമില്ല, നല്ല ഇതാണ് പറയുന്നത്. പിന്നെ സാധാരണ എല്ലായിടത്തും ഒക്കെ നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് വിൽക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ വരി എന്നപ്പോൾ കണ്ടില്ലേ, ഇവിടെ 3 രൂപ വിൽക്കണം. മറ്റുള്ളവരുടെയൊക്കെ ചില കടയിലൊക്കെ ഓർണത്തിന് കണ്ട് 10 രൂപയ്ക്കാണ്. അങ്ങനെയുള്ളൊരു എവിടെ വീട്? എൻ്റെ വീട് പെരുമ്പാവൂരാണ്. ഞാൻ പെരുമ്പാവൂർ മുടിക്കലിന്. പെരുമ്പാവൂരിന് കുറേ ടീം കൂടെ വരാറുണ്ട്. ഒരു ആയിരുന്നേ ആയി. ഞാൻ 11 മണിയൊക്കെ അവിടെ നിന്ന് പോകും. 11:30 ആവും. പണിയൊക്കെ കഴിഞ്ഞ് ഉറക്കി വെച്ച് 11:30 ആവും. ശരിയാണ്. പറഞ്ഞിട്ട് നമുക്കിനി പോയി വണ്ടിയുടെ വീഡിയോസ് എടുക്കാം. എന്നിട്ട് സ്പോട്ട് ഇതാണ് കട. ഗെയ്സ്, അപ്പോൾ വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സ്പോട്ടിലേക്ക് ഞങ്ങൾ വന്നത്. പക്ഷേ പറ്റിക്കനെ കൊണ്ട് തീരുമാനിച്ചിട്ടൊന്നുമല്ല. എന്നാലും ആ ചേട്ടൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ റെയിലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. അപ്പോൾ അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ഡേ. പക്ഷേ എനിക്ക്
ജലദോഷം തൊണ്ടവേന ഉള്ളത് കൊണ്ട് മര്യാദക്കൊന്ന് എൻജോയ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. എന്തായാലും നാളെ ട്രൈപ്പോഡ് വന്നിട്ട് വേണം മറ്റേ വീഡിയോ എടുക്കാൻ പോകാം. ഞാനൊരു സാധനം കാണിച്ചു തരാം, എന്തായാലും ഓർത്തച്ചോ. അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാലും വീഡിയോ നമുക്കിവിടെ സെൻഡ് ചെയ്യാം. ഇരുട്ടി തുടങ്ങി എൻ്റെ ഫോണിൽ ക്ലാരിറ്റി ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്, വണ്ടീനെ കണ്ടുകൊണ്ട്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പിടിച്ച് വരുന്നത് ഗൈസ്.